ഹലോ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. സീരിയൽ മാനിയ വെറൈറ്റി സ്റ്റോറീസിന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ എത്തിയിരിക്കുന്നത് നമ്മുടെ സച്ചിയുടെയും രേവതിയുടെയും നാളത്തെ സൂപ്പർ ഹിറ്റ് കഥയും ഒക്കെ ആയിട്ടാണ്. നേരെ നമുക്ക് ആ കഥയിലേക്ക് പോയാലോ. അങ്ങനെതാ നമ്മുടെ ചന്ദ്രമതി അച്ചമ്മയുടെ വീട്ടിൽ എത്തിയിരിക്കുകയാണ്. അച്ചമ്മയെ എങ്ങനെ കയ്യിലെടുക്കണം എന്നുള്ള കാര്യത്തിൽ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുക ചന്ദ്ര. അപ്പൊ ചന്ദ്രയാണെങ്കിലോ എന്ത് ചെയ്താലാണ് തന്റെ അമ്മായിയമ്മയ്ക്ക് ഇഷ്ടപ്പെടുക എന്ന് പോലും അറിയാതെ കൺഫ്യൂഷൻ അടിച്ച് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് രവി വന്ന് പറയുന്നുണ്ട്, ദേ എൻ്റെ മരുമകള് എത്ര ഭംഗിയായിട്ടാണ് എൻ്റെ അമ്മയെ ഹാൻഡിൽ ചെയ്യുന്നതെന്ന് നീ കണ്ടോ? അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യ്, അവളുടെ അടുത്ത് പോയി കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്ക്. ഒരു വീട്ടില് എങ്ങനെയൊക്കെയാണ് പെരുമാറേണ്ടത്, രാവിലെ തൊട്ട് വൈകുന്നേരം വരെ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നൊക്കെ ചോദിച്ച് മനസ്സിലാക്കെന്ന് പറയുമ്പം ചന്ദ്രമതി ആണെങ്കിലോ മനസ്സോടുകൂടി രേവതിയോട് പോയി ചോദിക്കാന്നും പറഞ്ഞ് അവളുടെ അടുത്തങ്ങ് കൂടുകയാണ്. അപ്പൊ പെട്ടെന്ന് ഈ ഒരു സ്നേഹമൊക്കെ കാണുമ്പോൾ നമ്മുടെ രേവുവിന് ചെറിയ സംശയമൊക്കെ ഉണ്ട്. തൻ്റെ അമ്മായിയമ്മയ്ക്ക് എന്താ പറ്റിയെന്ന് അറിയില്ലല്ലോ. അതുകൊണ്ട് തന്നെ അവൾ ഒരു സംശയത്തിന്റെ പുറത്ത് ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കിനും, എന്താ മോളെ, നിന്നോട് അമ്മ ഒരു കാര്യം ചോദിക്കട്ടെ, നീ എല്ലാം സത്യസന്ധമായിട്ട് തന്നെ പറയണം. അതെ, ഒരു വീട്ടില് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാറുള്ളത്, നീ ഈ വീട്ടിൽ വന്നിട്ട് എന്തൊക്കെയാ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ അവളാണെങ്കിലോ സാധാരണ ഒരു വീട്ടിൽ ഒരു പെണ്ണുങ്ങൾ ചെയ്യുന്ന എല്ലാ ജോലികളും, അതും മുത്തശ്ശിയുടെ വീടെന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല പണിയുള്ള വീട് തന്നെയാണ്. കൃഷിയും കാര്യങ്ങളും പശുക്കളും ഒക്കെ ഉള്ള വീടായതുകൊണ്ട് തന്നെ നല്ല ഒന്നാം തരത്തിൽ പണിയെടുക്കേണ്ടി വരും. അപ്പം ആദ്യം മുറ്റം അടിച്ച് വാരുന്നത് തൊട്ട് അവസാനം നമ്മൾ ഫുഡ് കഴിച്ച പ്ലേറ്റും പാത്രവും ഒക്കെ കഴുകി വെക്കുന്നത് വരെയുള്ള കാര്യങ്ങൾ രേവതി ഇങ്ങനെ പറയുമ്പം, ഇതെല്ലാം ഒറ്റയിരിപ്പിൽ തന്നെ പറയല്ലേ മോളെ, അമ്മ ഇതൊക്കെ കേട്ട് പേടിച്ചിരിക്കാന്നും പറഞ്ഞ് ചന്ദ്രമതി ആണെങ്കിൽ ഭയത്തോടു കൂടി രേവതിയെ നോക്കുമ്പം, അമ്മ ഇതിൽ കുറെ കാര്യങ്ങൾ ഞാൻ പറയാൻ വിട്ടുപോയിട്ടുണ്ട്, എന്നാലും ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ വീട്ടിൽ ചെയ്യണം. ഇങ്ങനെയൊക്കെ ചെയ്തെങ്കിലേ ഉള്ളൂ. അച്ഛമ്മ തന്നെയല്ലേ ഇതൊക്കെ ചെയ്യുന്നത്, പിന്നെ ഇതാ പാറും അമ്മയും സഹായത്തിനൊക്കെ ഉണ്ട്. എന്നാലും നമ്മൾ ഇവിടെ വരുന്ന സമയത്ത് അച്ഛമ്മയെ കഷ്ടപ്പെടുത്താൻ പറ്റില്ലല്ലോ. അതും പറഞ്ഞ് അവൾ അവിടുന്ന് പതിയെ എഴുന്നേക്കാൻ ശ്രമിക്കുക. അപ്പം കാല് വയ്യാത്ത കൊണ്ട് തന്നെ നമ്മുടെ ചന്ദ്രമതി പറയുന്നുണ്ട്, വേണ്ട മോളെ, അമ്മ തന്നെ ചെയ്തോളാം, നീ അതൊന്നും ആലോചിച്ച് വിഷമിക്കൊന്നും വേണ്ട, എന്തൊക്കെയാ ചെയ്യേണ്ടത് എന്നൊക്കെ പറയുമ്പോഴത്തേക്കിനും അമ്മ ആദ്യം പോയി മുറ്റം അടിച്ച് വാരെന്ന് പറയുക. അപ്പൊ ചന്ദ്രയാണെങ്കിൽ ഇതാ ഒരു ചൂലും എടുത്ത് അവിടെയൊക്കെ മുഴുവൻ ഇങ്ങനെ അടിച്ചിട്ട് പോയി നോക്കുകയാണ്, നമ്മുടെ അച്ചമ്മ വരുന്നുണ്ടോ എന്നും പറഞ്ഞ്. അച്ചമ്മയെ കാണിക്കാൻ വേണ്ടിയുള്ള പകിട്ടാണല്ലോ ഇതൊക്കെ. അതുകൊണ്ട് തന്നെ പോയി നോക്കുമ്പോഴത്തേക്കിനും അച്ചമ്മ വരുന്നില്ല. അങ്ങനെ നോക്കി ഒന്നുകൂടി പോയി നോക്കുമ്പോഴത്തേക്കിനും അച്ചമ്മ വരുന്നുണ്ട്. താൻ ചെയ്യുന്ന പണിയൊക്കെ അച്ചമ്മ കാണുന്നുണ്ട് എന്ന് വിചാരിച്ച് അടിച്ചു തൂപ്പൊക്കെ കഴിഞ്ഞു. അല്ല മോളെ, ഇനി എന്താ ചെയ്യേണ്ടത്, ഒന്നുകൂടി പറഞ്ഞെന്ന് പറയുമ്പോൾ, ഇനി ഈ മിറ്റം നല്ലവണ്ണം ചാണക വെള്ളത്തിൽ കലക്കി അങ്ങ് തളിക്കണമെന്ന് പറയുക. ഇത് കേട്ടതും ചന്ദ്രയ്ക്കാണെങ്കിൽ അറ്റാക്ക് വന്നില്ലെന്നേ ഉള്ളൂ. ചന്ദ്രമതി ആണെങ്കിൽ പേടിച്ചു, ചാണകമോ, അത് ഞാനോ? ദേ മോളെ, അതൊന്നും ഇതുവരെ ഞാൻ കൈകൊണ്ട് പോലും തൊട്ടിട്ടില്ല, അയ്യേ അതൊക്കെ കൈകൊണ്ട് എങ്ങനെ എടുക്കുന്നതെന്നും പറഞ്ഞ് ചന്ദ്രമതി നിന്ന് അഭ്യാസം കളിക്കുക. അപ്പോൾ പെട്ടെന്ന് തന്നെ അമ്മയ്ക്ക് അറപ്പാണെങ്കിൽ വേണ്ട, ഞാൻ ചെയ്തോളാന്നും പറഞ്ഞ് രേവതി ആ വയ്യാത്ത കാലും വെച്ച് അത് ചെയ്യാൻ വരുമ്പോഴത്തേക്കിനും രവി അപ്പുറം നിന്ന് നോക്കുകയാണ്. തൻ്റെ കെട്ടിയോ നോക്കി ആക്ഷൻ കാണിക്കാൻ തുടങ്ങി. ചന്ദ്രേ, കാശ് വേണോ? കാശ് വേണമെങ്കിൽ ചന്ദ്ര ചാണകം കലക്കിയേ പറ്റുള്ളൂ എന്നുള്ള രീതിയിൽ. അപ്പോൾ പെട്ടെന്ന് തന്നെ ചന്ദ്രമതി മനസ്സോടുകൂടി ബക്കറ്റും അതിനകത്ത് ചാണകമൊക്കെ നമ്മുടെ പാറുവമ്മ കൊണ്ടുവന്ന് എടുത്തും കൊടുത്തു. ഇനി അത് കലക്കുന്ന പരിപാടിയാണ്. അപ്പോൾ ഒരു കോലെടുത്തോണ്ട് വരിക ആശാട്ടി. ആ കോല് വെച്ചിത് കലക്കാലോ എന്ന് വിചാരിച്ച് വരുമ്പോഴത്തേക്കിനും, അതെ ഇതിങ്ങനെയല്ല ചെയ്യേണ്ടത്, ഇത് നമ്മുടെ കൈവച്ച് തന്നെയാണ് കലക്കേണ്ടതെന്നും പറഞ്ഞ് രേവതി അത് ചെയ്യാൻ തുടങ്ങുമ്പം, വേണ്ട ഇനിയിപ്പോൾ ഞാൻ തന്നെ ചെയ്യാമെന്നും പറഞ്ഞ് ചന്ദ്രയാണെങ്കിൽ വളരെ അറപ്പോടുകൂടി ചാണകം അങ്ങ് കൈയിട്ട് വാരി കലക്ക് മറക്കുകയാണ്. അപ്പം ഇത് കാണുമ്പോഴത്തേക്കിന് രവിയാണെങ്കിൽ ഇപ്പറേ നിന്ന് നല്ല ഒന്നാം തരത്തിൽ ചിരിക്കുന്നു. സച്ചി ഇതും കണ്ടു വരിക. സച്ചിക്കാണെങ്കിൽ, എൻ്റെ ദൈവമേ, ഇതെന്താ ഞാൻ ഈ കാണുന്നതൊക്കെ സത്യമാണോ? എടി രേവതി, ഇത് എന്താടി ഇത്, ഇവിടെ എന്ത് പറ്റി? എൻ്റെ അമ്മയ്ക്ക് സത്യം പറ, എന്താ പറ്റിയത്? അമ്മ അങ്ങനെയൊന്നും ഇവിടെ വരേണ്ട ആവശ്യമില്ലല്ലോ, അമ്മ എന്തിനാ ഇവിടെ വന്നേന്നും ചോദിച്ച് ഈ ചെറുക്കനാണെങ്കിൽ വട്ടം കറങ്ങി കാര്യങ്ങൾ അന്വേഷിക്കുക. പക്ഷെ എന്നിട്ടും നമ്മുടെ ചന്ദ്ര ഒരക്ഷരം പോലും വായ്വിട്ട് പറയുന്നേ ഇല്ല. അങ്ങനെ അവിടെയൊക്കെ കലക്കി തളിച്ചു. ഈ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമ്മുടെ അച്ചമ്മയ്ക്ക് വലിയ ചിരിയൊക്കെ വരുന്നുണ്ട്. എന്നാലും അച്ചമ്മ അതൊക്കെ രസിക്കുകയാണ്. പിന്നീട് ആ ഒരു സീനൊക്കെ കഴിയുമ്പോഴാണെങ്കിലോ നമ്മളെ കാണിക്കുന്നത് നമ്മുടെ വർഷയാണെങ്കിലും ശ്രീകാന്തിനെ വിളിച്ച് സംസാരിക്കുക. അപ്പം അവൾ വിളിച്ചതും ശ്രീ വലിയ താല്പര്യത്തോടു കൂടി ഫോൺ എടുത്തു. അല്ല, ഇന്ന് എന്താണ് മാഡത്തിന് ഫുഡ് വേണ്ടതെന്ന് ചോദിക്കുമ്പം, അതെ ഇന്ന് കേർഡ് റൈസ് ഉണ്ടാക്കി തരുമോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ, കേർഡ് റൈസ് അതിലും വേറൊരു വെറൈറ്റി ഉണ്ടല്ലോ, മഷ്റൂം റൈസ് മതിയോ എന്ന് ചോദിക്കുക. അപ്പോൾ പെട്ടെന്ന് തന്നെ
മഷ്റൂം റൈസ് ആണെങ്കിൽ അത് മതി, നിങ്ങൾ ഇങ്ങോട്ട് കൊടുത്തയക്കുമോ എന്ന് ചോദിക്കുമ്പം അത് ദേ ഒരു 10 മിനിറ്റിനുള്ളിൽ തന്നെ ഞാൻ അങ്ങ് കൊടുത്തയച്ചോളാന്ന് പറയുമ്പം എന്നാൽ ഞാൻ ഇവിടുത്തെ ആളെ അങ്ങ് വിട്ടേക്കാൻ കേട്ടോ എന്ന് പറയുക. പെട്ടെന്ന് തന്നെ നമ്മുടെ ശ്രീ ആ ഫുഡ് അങ്ങ് പ്രിപ്പയർ ചെയ്തതും ഈ വർഷയുടെ അസിസ്റ്റന്റ് വന്ന് ഫുഡ് കളക്ട് ചെയ്യുക. അപ്പം ഇത് മേഡം തന്നതാണ് എന്നും പറഞ്ഞ് ഒരു പ്രസന്റും കൊടുക്കുന്നുണ്ട്. അപ്പോൾ വർഷ കോളിൽ തന്നെ ഉണ്ട്. വർഷ പറയുന്നുണ്ട്, ദേ ഞാൻ ഇയാൾക്ക് വേണ്ടി വാങ്ങിയ ഒരു സാധനമാണ്, അത് ഇയാൾ സ്വീകരിക്കണം കേട്ടോ എന്ന് പറയുമ്പം എനിക്ക് എന്തിനാ ഇങ്ങനെയൊക്കെ തന്നത്, അത് നിങ്ങൾ നിങ്ങളുടെ റെസ്റ്റോറൻറ്റിൻ്റെ ഫ്രണ്ടിൽ ചുമ്മാ അങ്ങ് വെച്ചേക്കെന്ന് പറയുമ്പോഴത്തേക്കിനും ശരി ശരി എന്തായാലും ഞാനിത് തുറന്ന് നോക്കട്ടെ എന്നും പറഞ്ഞ് ശ്രീകാന്ത് അത് തുറന്ന് നോക്കുകയാണ്. അപ്പോൾ കാണുന്നതെന്ന് പറഞ്ഞാൽ ബെസ്റ്റ് ഷെഫ് എന്നും പറഞ്ഞ് ഒരു കപ്പാണ്. അപ്പോൾ ആ കപ്പ് കണ്ടതും നമ്മുടെ ശ്രീക്ക് ഒരുപാട് സന്തോഷമായി. ആ ക്യാപ്ഷൻ ഭയങ്കരമായിട്ട് പുള്ളിക്കാരന് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ആളാണെങ്കിൽ വലിയ സന്തോഷത്തിലായി വർഷയോട് താങ്ക്സ് ഒക്കെ പറയുകയാണ്. അപ്പോൾ വർഷ പറയുന്നുണ്ട്, ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് ഷെഫ് നിങ്ങൾ തന്നെയാണ്, എന്തായാലും നിങ്ങളുടെ ഭാവി വധുവിന് ഒരുപാട് ഭാഗ്യം ചെയ്ത പെണ്ണായിരിക്കും എന്നൊക്കെ പറഞ്ഞ് ഇവരങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സംസാരിക്കുക. ആ ഒരു സീനൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ശ്രീകാന്ത് ആണെങ്കിലോ മടങ്ങി പോകാൻ തുടങ്ങുമ്പോഴത്തേക്കിനും നമ്മുടെ ദേവുവിൻ്റെയൊക്കെ വീടിൻ്റെ വാതിക്കൽ കൂടെ പോകുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ആ വീട്ടിലൊരു ദിവസം വരാമെന്ന് പറഞ്ഞായിരുന്നല്ലോ, അതുകൊണ്ട് അവരുടെ വീട്ടിലൊന്ന് കയറുന്ന സമയത്താണെങ്കിൽ നമ്മുടെ ലക്ഷ്മി അമ്മയും അതുപോലെ തന്നെ ദേവും കൂടി തിരക്കിട്ട് കുറച്ച് പരിപാടികളിലൊക്കെയാണ്. ദേവു ആണെങ്കിലോ എനിക്ക് കോളേജിൽ പോകണം അമ്മ, ഇപ്പം തന്നെ സമയം പോയി, ഫുഡൊന്നും ആയില്ലേ എന്നൊക്കെ ചോദിച്ച് ഒച്ച ഉണ്ടാക്കുമ്പോഴത്തേക്കിനും ശ്രീകാന്ത് വന്നിട്ട് പറയുന്നുണ്ട്, അമ്മ ഇവിടെ മുട്ടയുണ്ടോ, ഇവിടെ റവയുണ്ടോ, അതുണ്ടോ ഇതുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് ഒരു സ്പെഷ്യൽ ഒരു ഉപ്പുമാവ് അങ്ങ് ഉണ്ടാക്കുകയാണ്. ഇത് കഴിച്ചത് നമ്മുടെ ദേവും അമ്മയും ഒക്കെ ഫ്ലാറ്റായി. ലക്ഷ്മി അമ്മയ്ക്കൊക്കെ ആണെങ്കിൽ ഒരുപാട് ഇഷ്ടമായി. എന്നാൽ കൂടിയും ലക്ഷ്മി അമ്മയ്ക്ക് മനസ്സിനൊരു പ്രയാസമുണ്ട്. ചന്ദ്രമതിയുടെ സ്വഭാവം നല്ലതുപോലെ തന്നെ ലക്ഷ്മി അമ്മയ്ക്ക് അറിയാമല്ലോ. അപ്പം തൻ്റെ മക്കൾ തമ്മിൽ അടുക്കുന്ന കാര്യം അത് ചന്ദ്രമതിക്ക് തീരെ ദഹിക്കുന്ന കാര്യമല്ല. അതുകൊണ്ട് തന്നെ ചന്ദ്ര എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുമെന്ന് വിചാരിച്ചു കൊണ്ടിരിക്കുമ്പോഴത്തേക്കിനും തന്നെ ചന്ദ്രയുടെ കോള് വരികയാണ്. അപ്പോൾ പെട്ടെന്ന് ശ്രീകാന്ത് ഫോൺ എടുത്തതും, അല്ല മോനെ, അമ്മ ഇവിടെ വന്നിട്ടേ എൻ്റെ മോനെ വിളിക്കാനായിട്ട് നേരെ ഒന്നും കിട്ടിയില്ല, എന്നാ കൊണ്ട് വിശേഷം, എൻ്റെ മോൻ ഭക്ഷണമൊക്കെ കഴിച്ചോ എന്ന് ചോദിക്കുമ്പം അമ്മ ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. മോനെ നീ ഇപ്പോൾ എവിടെയാ, റെസ്റ്റോറൻറ്റിലാണോ എന്ന് ചോദിക്കുമ്പം അല്ല, ഞാനിപ്പോൾ ഉള്ളത് രേവതി ചേച്ചിയുടെ വീട്ടിലാന്ന് പറയുക. പെട്ടെന്ന് തന്നെ ചന്ദ്രമതി ആണെങ്കിലോ നിനക്ക് എന്ത് കാര്യമിരിക്കുന്നു, നീ എന്തിനാ ഇപ്പം അവരുടെ വീട്ടിൽ പോയതെന്നും പറഞ്ഞ് ഒച്ചപ്പാടും ബഹളമായി. പക്ഷേ ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ ഇപ്പറേ ഇരിക്കുന്ന ലക്ഷ്മി അമ്മയും ദേവും ഒക്കെ കേൾക്കുക. പെട്ടെന്ന് തന്നെ നമ്മുടെ ശ്രീ ആണെങ്കിലോ എന്തായാലും ഞാൻ അമ്മയെ തിരിച്ചു വിളിക്കാമെന്നും പറഞ്ഞ് കോള് കട്ട് ചെയ്യുമ്പോഴത്തേക്കിനും അമ്മ എനിക്ക് കടയിൽ കയറേണ്ട നേരമായി, ഞാൻ പോയിക്കോട്ടെ എന്ന് ചോദിച്ച് അവൻ അവിടെ നിന്ന് പോവുക. പക്ഷേ പുള്ളിക്കാരൻ ഫോൺ എടുക്കാൻ മറന്നുപോയിട്ടോ. അങ്ങനെ ഈ ഒരു ഫോണും കൊണ്ട് നമ്മുടെ ദേവു ആണെങ്കിൽ അവൻ്റെ റെസ്റ്റോറൻറ്റിലേക്ക് ചെല്ലുമ്പോഴത്തേക്കിനും അവൻ പുതിയൊരു ഡിഷ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ആ ഒരു ഡിഷ് എടുത്തുകൊണ്ടുവന്ന് ദേവുവിനെ ട്രീറ്റ് ചെയ്യുകയാണ്. അപ്പം ദേവുവിനാണെങ്കിലോ നല്ല ഫുഡ് തന്നെയാണ് ശ്രീ, എനിക്ക് വളരെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു, വെറുതെ അല്ല നിൻ്റെ ഫാൻ ഗേൾ ഇതുപോലെ നിൻ്റെ പിന്നാലെ നടക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ഇവളിങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് നമ്മുടെ ശ്രീയെ കളിയാക്കുക. അപ്പോൾ ഇതൊക്കെ കഴിയുമ്പോഴത്തേക്കിനും നമ്മുടെ ശ്രീകാന്ത് പറയുന്നുണ്ട്, എന്നാൽ ഒരു കാര്യം ചെയ്യാം, നീ ഇത് മുഴുവനും കഴിച്ചില്ലല്ലോ, നിനക്ക് കുറച്ചെടുത്ത് പൊതിഞ്ഞ് തരട്ടെ എന്ന് ചോദിക്കുകയാണ്. നിനക്ക് കോളേജിൽ കൊണ്ടുപോയി കഴിക്കാമല്ലോ. അതൊക്കെ എനിക്ക് സന്തോഷമാണ്, എന്തായാലും ക്യാൻറ്റീൻ മണി ലാഭിക്കാമല്ലോ എന്നും പറഞ്ഞ് അവളാണെങ്കിലോ അങ്ങനെ തന്നെ ചെയ്യാമെന്നും പറഞ്ഞിരിക്കുകയാണ്. അത്തരത്തിലുള്ള ഒരു സൂപ്പർ ഹിറ്റ് വിശേഷമാണ് നാളെ വരുന്നത്. എല്ലാവരും കാണുക. എല്ലാവർക്കും നല്ലൊരു രാത്രിയൊക്കെ ആശംസിച്ചുകൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക്